Next section, pseudoprimes. Okay, so first pseudoprimes എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞിട്ടുള്ളത്. എ കോമ്പോസിറ്റ് നമ്പർ n is called a pseudoprime if 2 raised to n is congruent to 2 mod n. ഓക്കെ, സോ pseudoprime എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ശ്രദ്ധിക്കണം, pseudoprime എന്ന് പറയുന്നത് എന്തല്ല, അതൊരു പ്രൈം നമ്പർ അല്ല, ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഒരു കോമ്പോസിറ്റ് നമ്പർ n ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? if 2 raised to n is congruent to 2 mod n. ഒരു കോമ്പോസിറ്റ് നമ്പർ n അത് 2 raised to n congruent to 2 mod n എന്ന രീതിയിൽ എഴുതാൻ കഴിയുകയാണെങ്കിൽ ഈ n-നെ നമുക്ക് എന്താണെന്ന് പറയാം? ഇറ്റ് ഈസ് എ pseudoprime എന്ന് പറയാം. Pseudoprime is a composite number. Then the first 4 pseudoprimes are 341, 561, 645 and 1105. സോ ഇതാണ് ആദ്യത്തെ 4 pseudoprimes ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഈ 341 നമ്മൾ ലാസ്റ്റ് ഒരു എക്സാമ്പിളിൽ ചെയ്തിരുന്നു. 2 raised to 341 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod 341 ആണ് എന്ന് നമ്മൾ കഴിഞ്ഞൊരു എക്സാമ്പിളിൽ പ്രൂവ് ചെയ്തിരുന്നു. ആൻഡ് 341 എന്തായിരുന്നു? 341 ഈക്വൽ ടു 11 ഇൻറ്റു 31 അല്ലേ? സോ 341 എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ആൻഡ് 341 എന്താണ്? 2 raised to 341 കോൺഗ്രുവൻറ്റ് ടു 2 mod 341 എന്ന ഫോമിൽ എഴുതാൻ കഴിയും. സോ 341 ഈസ് എ pseudoprime. ഇങ്ങനെ എഴുതാൻ കഴിയും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ഒരു ലെമ്മയാണ്, ലെമ്മ 7.3. ലെറ്റ് m and n be positive integers such that m divides n. Then 2 raised to m minus 1 divides 2 raised to n minus 1. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് m and n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് m divides n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് 2 raised to m minus 1 divides 2 raised to n minus 1. നമുക്ക് പ്രൂഫ് നോക്കാം. നമ്മൾക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? m divides n ആണല്ലേ, രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് m and n ആൻഡ് m divides n. സോ m divides n ആയതുകൊണ്ട് നമുക്ക് n is equal to എന്തെന്ന് എഴുതാം? n is equal to some പോസിറ്റീവ് ഇൻറ്റീജർ k ഇൻറ്റു m എന്ന ഫോമിൽ എഴുതാം. n is equal to km എന്ന് എഴുതി. നമുക്ക് കാണിക്കേണ്ടത് 2 raised to m minus 1 divides 2 raised to n minus 1 എന്നാണ്. സോ നമ്മൾ അതിൽ 2 raised to n minus 1 കൺസിഡർ ചെയ്തു. 2 raised to n minus 1 നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to km minus 1 എന്ന് എഴുതാം. കാരണം n is equal to km ആണ്. സോ 2 raised to km minus 1 എന്ന് എഴുതും. ഇനി ഇതെന്ത് ഫോമിലാണ് എടുക്കുന്നത്? ദിസ് ഈസ് ഓഫ് ദ ഫോം a raised to n minus b raised to n. ഓക്കെ, a raised to n minus b raised to n. 2 raised to ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 raised to m whole raised to k minus 1. 1 raised to k ആണെന്ന് വിചാരിച്ചോളൂ. 1 raised to k is 1 അല്ലേ? സോ ഇതിന് 2 raised to m whole raised to k minus 1 raised to k എന്നുള്ള ഫോമിലാണ്. അതായത് a raised to n minus b raised to n എന്ന ഫോമുല. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഫോർമുല ഉണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? a raised to n minus b raised to n is equal to a minus b into a raised to n minus 1 plus a raised to n minus 2 into b plus etc plus a into b raised to n minus 2 plus b raised to n minus 1. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. സോ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? 2 raised to m whole raised to k minus 1 raised to k എന്നുള്ള ഫോമിലാണ്. സോ ഇവിടെ നമുക്ക് എന്താ? a minus b പുറത്തേക്ക് എടുക്കാം. സോ a എന്താണ്? ഇവിടെ എൻ്റെ പൊസിഷനിൽ ഇവിടെ 2 raised to m ആണ് ആൻഡ് b ഈസ് 1. സോ 2 raised to m minus 1നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ബ്രാക്കറ്റിൽ അപ്പോൾ എന്താ വരിക? a raised to n minus 1. ഇവിടുത്തെ a എന്താണ്? 2 raised to m ആണ്. സോ 2 raised to m whole raised to n minus 1. n എന്താണ്? ഇവിടെ k. സോ 2 raised to m whole raised to k minus 1. ദാറ്റ് ഈസ് 2 raised to k minus 1 ഇൻറ്റു m. അടുത്തത് a raised to n minus 2. a എന്താണ്? 2 raised to m ആണ്. സോ 2 raised to m whole raised to അടുത്ത n minus 2. n k ആണ്. സോ k minus 2 ഇൻറ്റു b. b എന്താണ്? ഇവിടെ 1 ആണ്. സോ ഇതെന്താണ്? 2 raised to m ഇൻറ്റു k minus 2. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 raised to k minus 2 ഇൻറ്റു m ഇൻറ്റു എന്ത് വരും? b ഉണ്ട്. b ഇവിടെ 1 ആണ്. സോ അങ്ങനെ എഴുതാം. പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം എന്ത് വരും? 2 raised to m. a എന്നുള്ള ടേം മാത്രമല്ല, a ഇൻറ്റു b raised to n minus 2 ആണ്. സോ ഇവിടെ a എന്താണ്? 2 raised to m. സോ ദാറ്റ് ഈസ് പ്ലസ് 2 raised to m ഇൻറ്റു 1 raised to k minus 2 ആണ്. സോ 1 ആയതുകൊണ്ട് അത് 1 തന്നെ വരും. പ്ലസ് ലാസ്റ്റത്തെ ടേമിൽ എൻ്റെ ടേം ഇല്ല. ലാസ്റ്റ് ടേം b raised to n minus 1 ആണ്. ദാറ്റ് ഈസ് 1 raised to k minus 1. അതാണ് ഇവിടെ ഈ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 2 raised to n minus 1 ഈക്വൽ ടു 2 raised to m minus 1 ഇൻറ്റു
ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, സോ ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതൊക്കെ എന്താണ്, പവേഴ്സ് ഓഫ് 2 ആണല്ലേ. സോ അതെല്ലാം എന്താണ്, ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ഇൻറ്റീജേഴ്സിൻ്റെ സം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എൻ്റയർ ടേം എന്തായിരിക്കും, അതൊരു ഇൻറ്റീജർ ആയിരിക്കും. സോ സപ്പോസ് ദാറ്റ് ഈസ് എൻ ഇൻറ്റീജർ, യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2n-1 എങ്ങനെ എഴുതാൻ കഴിഞ്ഞു, ഈക്വൽ ടു 2m-1 ഇൻറ്റു സം ഇൻറ്റീജർ s എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിഞ്ഞു. ദാറ്റ് ഈസ് 2m-1 ൻ്റെയും ഇറ്റ് ഡിവൈഡ്സ് 2n-1. ഇനി നെക്സ്റ്റ് ലെമ്മ നോക്കാം. ലെമ്മ 7.4. സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇഫ് n is an odd pseudo prime then capital N equal to 2n-1 is also an odd pseudo prime. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊരു ഓഡ് സ്യൂഡോ പ്രൈം, സ്മോൾ n എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ 2n-1, ഓക്കെ, 2n-1 എന്താവും, ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആവും എന്ന് കാണിക്കണം. ഓക്കെ, ക്യാപിറ്റൽ n ആയിട്ട് എടുത്തു. സ്മോൾ n ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണെങ്കിൽ ക്യാപിറ്റൽ n ഈക്വൽ ടു നമ്മൾ 2n-1 എന്നെടുത്തു. അതെന്താണെന്ന് കാണിക്കണം, ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണെന്ന് കാണിക്കണം. ഇനി അതിൻ്റെ പ്രൂഫ് നോക്കാം. ഓക്കെ, സോ പ്രൂഫിൽ ഫസ്റ്റ് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്, n ഈസ് ആൻ ഓഡ് സ്യൂഡോ പ്രൈം അല്ലേ. സോ n എന്താണ്, ഇറ്റ് ഈസ് എ സ്യൂഡോ പ്രൈം. സ്യൂഡോ പ്രൈം ആയതുകൊണ്ട് n എന്താണ്, ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ ആൻഡ് 2n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod n ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, 2n-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n എന്നെഴുതാം അല്ലേ. 2n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod n ആണ് തന്നിട്ടുണ്ട്. സോ അതിൽ നമുക്ക് 2n-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n എന്നെഴുതാം. നൗ n എന്താണ്, സ്യൂഡോ പ്രൈം ആയതുകൊണ്ട് തന്നെ n ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. സോ n ഒരു കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട് n ന് എന്തുണ്ടാവും, ഫാക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. സോ നമുക്ക് n ഇസ് ഈക്വൽ ടു സം ഇൻറ്റീജർ r ഇൻറ്റു എസ് എന്നുള്ള ഫോമിൽ എഴുതാം. കാരണം n എന്താണ്, n ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. സോ n ഇസ് ഈക്വൽ ടു r ഇൻറ്റു എസ് വേർ 1 ലെസ് ദാൻ r ലെസ് ദാൻ എസ് r എസ് ലെസ് ദാൻ n. സോ എന്നിന് നമുക്ക് r ഇൻറ്റു എസ് എന്നുള്ള രണ്ട് ഇൻറ്റീജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. കാരണം n എന്താണ്, ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ആറും എസ്സും എന്തായിരിക്കും, എന്നിൻ്റെ ഫാക്ടേഴ്സ് ആണല്ലോ. സോ ഇറ്റ് വിൽ ബി ലെസ് ദാൻ n. ഇനി ഇവിടെ നോക്കൂ, n ഇസ് ഈക്വൽ ടു r ഇൻറ്റു എസ്. ആറും എസ്സും എന്താണ്, ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, r ഡിവൈഡ്സ് n. r എന്ത് ചെയ്യും, എന്നിനെ ഡിവൈഡ് ചെയ്യും എന്ന് പറയാം. നമ്മൾ നേരത്തെ ലെമ്മ 7.3 പറഞ്ഞിരുന്നു, m ഡിവൈഡ്സ് n ആണെങ്കിൽ 2m-1 ഡിവൈഡ്സ് 2n-1 എന്ന് പറയുന്നു. സോ ഇവിടെ r ഡിവൈഡ്സ് n ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം, 2r-1 ഡിവൈഡ്സ് 2n-1 എന്നെഴുതാം. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ n ആയിട്ട് എന്താ ചൂസ് ചെയ്തിരുന്നത്, 2n-1 ആണ്. സോ ഇതിൽ നിന്ന് എന്തെഴുതാം, 2r-1 ഡിവൈഡ്സ് 2n-1 ആൻഡ് 2n-1 ഈക്വൽ ടു നമ്മൾ ക്യാപിറ്റൽ n ആയിട്ടാണ് അതിനെ ചൂസ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് 2r-1 ഡിവൈഡ്സ് n, ക്യാപിറ്റൽ n. സോ ഒരു നമ്പർ 2r-1 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ദാറ്റ് ഈസ് n ഹാസ് ഫാക്ടേഴ്സ് അല്ലേ. എന്നിന് n-ഉം 1-ഉം അല്ലാത്ത വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് n എന്താണ്, n ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. സോ നമ്മൾ ക്യാപിറ്റൽ n ഈക്വൽ ടു 2n-1 ഒരു കോമ്പോസിറ്റ് നമ്പറാണ് എന്ന് കിട്ടി. നമുക്ക് എന്താണ് കാണിക്കേണ്ടത്, ഇറ്റ് ഈസ് എ ഓഡ് സ്യൂഡോ പ്രൈം ആണെന്നാണ് കാണിക്കേണ്ടത്. സോ സ്യൂഡോ പ്രൈം ആവണമെങ്കിൽ എന്ത് കണ്ടീഷനാണുള്ളത്, അത് സ്യൂഡോ പ്രൈം ആണെങ്കിൽ അതെന്താണ്, കോമ്പോസിറ്റ് ആണ്. സോ കോമ്പോസിറ്റ് ആണ് എന്ന് നമ്മൾ കാണിച്ചു. ഇനി എന്ത് വേണം, അടുത്ത കണ്ടീഷൻ എന്താണ്, സ്മോൾ n സ്യൂഡോ പ്രൈം ആണെങ്കിൽ 2n കോൺഗ്രുവൻറ്റ് ടു 2 mod n ആണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ n സ്യൂഡോ പ്രൈം ആണെന്നാണ് കാണിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കോൺഗ്രുവൻസും കൂടി കാണിക്കണം. ദാറ്റ് ഈസ് 2n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod ക്യാപിറ്റൽ n ആണെന്ന് കൂടി കാണിക്കണം. ഇതുകൂടി കാണിച്ചാലേ ഉള്ളൂ ക്യാപിറ്റൽ n നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു സ്യൂഡോ പ്രൈം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് സ്മോൾ n എന്ന് പറയുന്നത് ഒരു സ്യൂഡോ പ്രൈം ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ 2n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod n അല്ലേ. സോ ഈ കോൺഗ്രുവൻസിൻ്റെ റിലേഷൻ നമുക്ക് എന്താ പറയാം, n ഡിവൈഡ്സ് 2n-2. കോൺഗ്രുവൻസിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് n ഡിവൈഡ്സ് 2n-2. അതായത് n ഡിവൈഡ്സ് 2n-2 എന്ന് പറഞ്ഞാൽ എന്താണ്, n ഈസ് എ ഫാക്ടർ ഓഫ് 2n-2. സോ നമുക്ക് 2n-2 എങ്ങനെ എഴുതാം, ഈക്വൽ ടു സം ഇൻറ്റീജർ k ഇൻറ്റു n എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, ഇനി -2 അല്ല, -2ന് 2n-2നെ ഞാൻ -1 എഴുതി. -1 എന്താണ്, -2. അപ്പോൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2n-1 എന്നെഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു kn. ആൻഡ് ഇവിടെ നോക്കൂ, ഈ ഫസ്റ്റത്തെ ഈ ടേം കൺസിഡർ ചെയ്ത് നോക്കൂ, 2n-1. 2n-1 എന്താണ്, ക്യാപിറ്റൽ n ആണ് അല്ലേ. സോ ക്യാപിറ്റൽ n മൈനസ് ഓൾറെഡി ഇവിടെയുള്ള -1, ക്യാപിറ്റൽ n-1 ഇസ് ഈക്വൽ ടു kn ആണെന്ന് കിട്ടി. ഇനി ഈ രണ്ട് സൈഡിലും നമ്മൾ 2
2ൻ്റെ പവർ എടുത്തു. അതായത് ഇവിടെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നാണെങ്കിൽ 2 എക്സ് ഈക്വൽ ടു എന്താവും 2 വൈ ആവും അല്ലേ. സോ ഇവിടെ n-1 ഈക്വൽ ടു kn എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം 2n-1 ഈക്വൽ ടു 2kn എന്ന് പറയാം. ഇനി രണ്ട് സൈഡിലും -1 ചെയ്തു. 2n-1 -1 2kn -1. ഓക്കെ. നേരത്തെ ലെമ്മ 7.3 നമ്മൾ പറഞ്ഞിരുന്നു ഇഫ് m ഡിവൈഡ്സ് n ദെൻ 2m-1 ഡിവൈഡ്സ് 2n-1 ആണെന്ന്. സോ ഇവിടെ n ഡിവൈഡ്സ് kn അല്ലേ, k ഇൻറ്റു n ആണ്. സോ n എന്തെയും k n ഡിവൈഡ് ചെയ്യും. സോ n ഡിവൈഡ്സ് k n ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം, ഈ ലെമ്മ ഉപയോഗിച്ചിട്ട് 2n-1 ഡിവൈഡ്സ് 2kn-1. ഓക്കെ, ആൻഡ് 2n-1 ഡിവൈഡ്സ് 2kn-1. 2n-1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ n ആണ് അല്ലേ. സോ ഇവിടുന്ന് എന്താ കിട്ടിയത്, ക്യാപിറ്റൽ N ഡിവൈഡ്സ് 2kn-1 ആൻഡ് ദാറ്റ് അവിടെ നമുക്ക് എങ്ങനെ എഴുതാം, n ഡിവൈഡ്സ് 2n-1 -1. കാരണം എന്താണ്, നമ്മളിവിടെ 2kn-1 ഈക്വൽ ടു എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, 2N-1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ n ഡിവൈഡ്സ് 2kn-1, അപ്പോൾ ഇവിടെ ഈ 2kn-1 പകരം നമുക്ക് എന്ത് കൊടുക്കാം, 2N-1 എന്ന് കൊടുക്കാം. സോ ക്യാപിറ്റൽ N ഡിവൈഡ്സ് 2N-1 എന്ന് കിട്ടി. ഇനി n ഡിവൈഡ്സ് 2n-1 -1 ആണ്. അപ്പോൾ നമുക്ക് കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതാം, 2n-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n അല്ലേ. ഇഫ് m ഡിവൈഡ്സ് a മൈനസ് b ആണെങ്കിൽ നമ്മൾ എന്തെഴുതും, a കോൺഗ്രുവൻറ്റ് ടു b mod m എന്നെഴുതും അല്ലേ. സോ ഇവിടെ എന്താണ്, ക്യാപിറ്റൽ N ഡിവൈഡ്സ് 2n-1 -1 ആണ്. സോ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ, കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഇതിനെ എങ്ങനെ എഴുതാം, ഇവിടെ a എന്താണ് 2n-1, 2n-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു ബീൻ്റെ സ്ഥലത്ത് 1 ആണ്, 1 mod ക്യാപിറ്റൽ N എന്നെഴുതാം. ഇനി ഈ 2n-1നെ 2n ഇൻറ്റു 2 എന്നെഴുതാം അല്ലേ. സോ 2n ഇൻറ്റു 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n എന്നെഴുതാം. ഇവിടുന്ന് നമുക്ക് എന്തെഴുതാം, 2N ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod ക്യാപിറ്റൽ N എന്നെഴുതാം. ഓക്കെ, അതായത് ഇവിടെ എന്ത് കിട്ടി, ക്യാപിറ്റൽ N എന്ന് പറയുന്ന നമ്പറിൽ 2N ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 mod n. അപ്പോൾ n കോമ്പോസിറ്റ് ആണെന്നും കിട്ടി ആൻഡ് 2n കോൺഗ്രുവൻറ്റ് ടു 2 mod n ആണെന്നും കിട്ടി. അതായത് n ഇസ് ഈക്വൽ ടു 2n-1 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എൻ ഓഡ് സ്യൂഡോ പ്രൈം. ഓക്കെ, സോ n ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണെങ്കിൽ 2n-1 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ലാർജർ ഓഡ് സ്യൂഡോ, അത് n-നേക്കാളും വലിയ ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആയിരിക്കും. നെക്സ്റ്റ് തിയറം 7.9, ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി സ്യൂഡോ പ്രൈംസ്. ഓക്കെ, എന്താ പറയുന്നത്, ദർ ആർ ഇൻഫിനൈറ്റ്ലി മെനി സ്യൂഡോ പ്രൈംസ്, അവിടെ ഒരു ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സ്യൂഡോ പ്രൈംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. നമ്മൾ ലാസ്റ്റ് ലെമ്മ 7.4 എന്താ പറഞ്ഞത്, n എന്ന് പറയുന്ന ഒരു ഓഡ് സ്യൂഡോ പ്രൈം എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ N ഈക്വൽ ടു 2n-1 എന്ന് പറയുന്നത് എന്താവും, ഇറ്റ് വിൽ ബി ആൻ ഓഡ് സ്യൂഡോ പ്രൈം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഈ n എന്താണ്, n ഈസ് എ സ്യൂഡോ പ്രൈം, ദിസ് ഈസ് എ സ്യൂഡോ പ്രൈം ആൻഡ് ക്യാപിറ്റൽ N ഈസ് ആൾസോ എ സ്യൂഡോ പ്രൈം. നീ n കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഇതൊരു ഓഡ് സ്യൂഡോ പ്രൈം ആണല്ലേ. അങ്ങനെയാണെങ്കിൽ 2N-1 എന്ന് പറയുന്നതും എന്താണ്, ആ ലെമ്മ വെച്ചിട്ട് ഇതും ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണ്. അപ്പോൾ ഇതിനെ ഞാൻ n2 എന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് n1 ഇത് n2 എടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത് n2 എന്താണ്, ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണ്. സോ വീണ്ടും ആ ലെമ്മ ഉപയോഗിച്ചിട്ട് 2n2-1 എന്താണ്, ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം അല്ലേ, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ നമുക്ക് എന്താ പറയാം, ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി സ്യൂഡോ പ്രൈംസ്. ഓക്കെ, അതാണ് ഈ പ്രൂഫിൽ പറയുന്നത്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വി ക്യാൻ കൺസ്ട്രക്ട് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓഡ് സ്യൂഡോ പ്രൈംസ് ni+1 ഈക്വൽ ടു 2n(i-1) ഫോർ i ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അല്ലേ. സോ i ഈസ് ഈക്വൽ ടു 0, 1, 2, 3 കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഐൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ്, ഒരു ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ഓഡ് സ്യൂഡോ പ്രൈംസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. n1 i0 ആകുമ്പോൾ n1, i1 ആകുമ്പോൾ n2, n3 എക്സെട്ര, അങ്ങനെ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സ്യൂഡോ പ്രൈംസ് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഫ്രം എ ഗിവൺ ഒരു ഓഡ് സ്യൂഡോ പ്രൈം ni തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ഓഡ് സ്യൂഡോ പ്രൈംസ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ 2n(i-1) എന്ന ഫോമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇനി 341 നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് സ്യൂഡോ പ്രൈം ആണ് 341 എന്ന് പറഞ്ഞു. ഓക്കെ, സോ നമ്മൾ n നോട്ടായിട്ട് എന്ത് ചൂസ് ചെയ്യുക, 341 ചൂസ് ചെയ്യുക. ഓക്കെ,
സോ നമ്മൾ എൻ നോട്ട് എൻ 341 ആണ് ഫസ്റ്റ് സ്യൂഡോ പ്രൈം എന്ന് പറഞ്ഞു. സോ അതിനെ നമ്മൾ എൻ നോട്ട് എന്ന് ചൂസ് ചെയ്തു. എൻ നോട്ട് ഇസ് ഈക്വൽ ടു 341. ദെൻ എൻ എന്ന് പറയുമ്പോൾ ഐ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ n1 ആണ്. ദാറ്റ് ഈസ് 2 റേസ് ടു എൻ നോട്ട് മൈനസ് 1. 2 റേസ് ടു എൻ നോട്ട് മൈനസ് 2 റേസ് ടു 341 മൈനസ് 1. അടുത്തത് ഈ n1നെ എന്തായിട്ട് എടുക്കുക, 2 റേസ് ടു n1 മൈനസ് 1 ആയിട്ട് എടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓഡ് സ്യൂഡോ പ്രൈംസ് ഇത് ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് പോരാം. സോ വി വിൽ ഗെറ്റ് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് സ്യൂഡോ പ്രൈംസ്.